അല്ലടുജിന്നെ വിളിച്ചു വരുത്തിട്ട് എന്തിനാ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്? എന്തേലും പറഞ്ഞ ഞാനടാ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കല്യാണം നടന്നില്ല നമ്മളെ പുഷ്പട മകളുടെ ആ ഓളും കുട്ടികളും ഭർത്താവും എല്ലാരും കൂടി ആയിട്ട് ഇപ്പൊ 10-15 ആൾക്കാർ നാളെ വരുന്നുണ്ട്. വന്നോട്ടെ, അതിനെന്താ എന്താ കാട്ടെന്ന് ആലോചിച്ചിട്ട് ഒരു അന്തൊക്കെ ഇട്ടായിരുന്നു. ഇജ്ജ് മാമനല്ലേ? മാമനൊക്കെ തന്നെയാണ്. 4-5 പെങ്ങന്മാരും അതിൽ കുറെ കുട്ടികളും. എന്താ ഇപ്പൊ 2 തന്താരം കൂടി രാത്രി ചർച്ച? ഇജ്ജെടുന്നായിരുന്നു? ഞാൻ അങ്ങാടിന്ന് വരിക, പണി കഴിഞ്ഞ് വരിക. എന്നാ ഇവിടെ ഇരിക്കുക, ഒരു കാര്യം തീരുമാനിക്കാണ്ട്. എന്താ പ്രശ്നം? എന്താ രണ്ടാളും ഇത്തിരി എന്താ പരിപാടി? കാര്യം പറ. എന്നാ പറഞ്ഞോ, ഒന്ന് പറഞ്ഞു. ഒന്നുമില്ലടാ. പിന്നെ എന്നാളോ കല്യാണം കഴിഞ്ഞ ഓൻ്റെ പെങ്ങളെ കുട്ടികളും കുറച്ച് പേര് കുടുംബക്കാരൊക്കെ പറഞ്ഞ ആളെ വരുന്നുണ്ട്. ഓലെ സൽക്കരിക്കാൻ ഓൻ്റെ അടുത്ത് ആകെയുള്ളത് 500 റുപ്യ ഉണ്ട്. ഓനുണ്ട്, വേറെ ഒന്നുമില്ല. അതിന്റെ സങ്കടം പറയണം. അപ്പൊ അതിന്റെ ലിസ്റ്റ് ചെയ്ത് ഇരിക്കാം. ലിസ്റ്റ് ചെയ്ത് അരപ്പട്ടയിൽ ഇരിക്കോ? 500 റുപ്യ ഉണ്ട് ഞാനുണ്ട്. ഇത്രയുള്ള കാര്യം. 500 ചേട്ടനാട്ടിക്ക് ഈ 500 റുപ്യ ഉണ്ടേ 50 ആള് വിട്ടു നമ്മള് പോരെ. എന്നാ റെഡി ചെയ്യുന്നോളി, പോരാട്ടാ. എന്താ ഇവന് പ്രാന്ത? 500 റുപ്യ പരിപാടി കഴിഞ്ഞാൽ പോരെ. മതി. അല്ലടോ, ഇജ്ജ് പോകാൻ ചോദിച്ചപ്പോൾ 500 എടുത്ത് കൊടുത്തത് അതാണ് പോയി കിട്ടിയില്ലേ? ഇനിയിപ്പോൾ ഈ പാതിരാത്രിക്ക് അവനെ തീരിട്ട് തരാൻ കാട്ടൂല. അപ്പൊ ഉള്ള 500 പോയി കിട്ടി. പോയി. ഇത് നാളെ പെങ്ങളും കുട്ടിയോട് വരുമ്പോഴേ വായി അങ്ങോട്ട് പോയി കൊടുത്തോളാം. ഓൻ വെറും തരികിടയാണ്. കൈ മറ്റേ കാര്യം എനിക്കറിയില്ല. പിന്നെ 1 കിലോ മിച്ചറ്, 1 കിലോ പിന്നെ ഈ പൊരി, പിന്നെ ആ ചിപ്സ് മതി. ഒരു എന്താണ് ലഡു കൊടുത്തോട്ടോ. പിന്നെ 20 റുപ്യന്റെ കുറച്ച് എന്താണ് ബിസ്ക്കറ്റ് കൊടുത്തോളാം. കേട്ടോ. ഗൂഗിൾ പേ ഇവിടെ ഉണ്ട്. അപ്പൊ എത്രയായി? 560. എത്ര? 560. ഇതാട്ടോ. ഓക്കെ. എവിടെ എന്നാ അതെത്രയായി? അതൊരു 350. 350. ഇതാ 350 അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഞങ്ങൾ പറഞ്ഞ ബിരിയാണി സാധനങ്ങളും പച്ചക്കറി എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 450. വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നായിക്കോട്ടെ കേട്ടോ. ഓക്കെ. ഇതല്ലേ എൻ്റെ ഗൂഗിൾ പേ? അതന്നെ. ഇതാ 450 അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പോട്ടെന്നാ. ശരി. ഓനല്ല വരുന്നത്. ഇജ്ജല്ലേ പറഞ്ഞോ വെറും തരികിടയെന്ന്? ഇപ്പൊ കണ്ട ചാക്കും കൊണ്ടാ വരുന്നു. ഞാനോ? ഉണ്ടല്ലേ. ഓന് പറ്റിയൊരു ചാക്കും കിട്ടിയണല്ലോ. 50 ആൾക്കുള്ള പരിപാടിക്കുള്ള സാധനങ്ങളുണ്ട്. സന്തോഷമായില്ലേ? സന്തോഷായില്ലേന്നോ? കഴിച്ചിലായി. ഞാൻ തുള്ളു കൊണ്ടേ കേട്ടോ. ആയിക്കോട്ടെ. കേട്ടോ. ആയിക്കോട്ടെ. എടോ, ഒരു 500 റുപ്യ കൊണ്ട് ഇത്ര സാധനം കിട്ടും? എന്തോ തരികിടുണ്ടല്ലോ. എന്ത് തരികിട? ഉണ്ട് തരികിടുണ്ട്. അല്ലാണ്ട് ഈ പരിപാടി നടക്കൂല. നിങ്ങളെ വായ നിറച്ച്. അതാ ഞാൻ പറഞ്ഞത്, എന്തോ ഒരു തരികിടുണ്ട് എനിക്കറിയാം. പറയാം എന്താ പരിപാടി? നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യം പറയാം. ഞാൻ ആരോടും പറയില്ല, വേഗം പറ. അതായത് നമ്മൾ എല്ലാ കടകളും പോവുക, ഗൂഗിൾ പേ എടുക്കുക. ഗൂഗിൾ പേയിൽ എടുത്തിട്ട് ഇത് കണ്ടോ 360 ആണെന്നുണ്ടെങ്കിൽ 3 റുപ്യ 60 പൈസ അടിക്കുക. 180 ആണെങ്കിൽ 1 റുപ്യ 80 പൈസ അടിക്കുക. 580 ആണെങ്കിൽ 5 റുപ്യ 80 പൈസ അടിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കാണിച്ചെടുക്കുക. ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഗൂഗിൾ പേ വരുമ്പോൾ സൗണ്ടുള്ള കടകളുണ്ടല്ലോ, അവിടേക്ക് നമ്മൾ പോകാൻ തന്നെ പാടില്ല. പിന്നെ നല്ല തിക്കും തിരക്കുള്ള സ്ഥലത്തേക്ക് പോവുക. പിന്നെ മുൻകൂട്ടി കടകളിലൊക്കെ കണ്ടേക്കുക, എന്താണ് ഇതിൻ്റെ അവസ്ഥ, മുതലാളി ഉണ്ടോ, പണിക്കാരാണോ, എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം. അല്ലെങ്കിൽ അടി പള്ളർച്ച് കിട്ടും. അടി കിട്ടാൻ പറ്റില്ല. അതൊക്കെ തന്നെ പറഞ്ഞു. അതൊക്കെ നോക്കിയും കണ്ടും ചെന്നാൽ ഇപ്പം ഇങ്ങോട്ടേക്ക് മൂപ്പര കാര്യം നടന്നു, ഇക്കൊരു 450 റുപ്യ കിട്ടും ചെയ്യും. ഇത് നല്ല അടിപൊളി പരിപാടിയാണല്ലോ. പിന്നെ അല്ലാതെ അതിപ്പോൾ ഈ പഞ്ചായത്തിൽ ഇനി നടക്കൂല. നിങ്ങൾ വേറെ പഞ്ചായത്തിലേക്കോളി. പഞ്ചായത്ത് നമുക്ക് ഒരു വിഷയമല്ല. നമുക്കേ നമ്മളെ പരിപാടിയാണ് നടക്കേണ്ടത്. ഉഷാറാക്കും നമ്മൾ. അന്നെ പോലെ തന്നെ ഞാനിന്ന് വെറും തരികിട ഇവിടെ. എന്നാൽ ജീവിക്കാം. അത്ര തരികിടമാർക്കേ ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ.